അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആ പഴം കൊടുക്കുന്നതും ആനയെ തൊടുന്നതും അത് കഴിഞ്ഞ് ആനയുടെ കൊമ്പേ പിടിച്ചു എന്നുള്ളൊരു ഫോട്ടോ എടുക്കണം, അത് അതിൻ്റെ കുറച്ച് വീഡിയോ പിടിക്കണം, അതൊക്കെയാണ് ആ ആനപ്രേമിയുടെ ലക്ഷ്യം. അപ്പം അങ്ങനെയുള്ള ആനപ്രേമികളെ ഒരു ആനപ്രേമി എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ തിരിയുന്ന ആനയുടെ കൊമ്പ് സൈഡിൽ നിൽക്കുന്ന ഒരു ആനയുടെ മേത്ത കൊള്ളുന്നെങ്കിലോ മൊത്തം പ്രശ്നമായി ഇതായി. എന്തിനു പറയുന്നു? ആനകൾ തമ്മിൽ ഓട്ടമാകും, ആൾക്കാർ തമ്മിൽ ഓട്ടമാകും, ചിലപ്പം അപകടങ്ങൾ മൂലം മരണം വരെ സംഭവിക്കാം. എല്ലാവരെയും ആനപ്രേമിയായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾ പാപ്പാന്മാർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ആനപ്രേമം എന്ന് പറഞ്ഞു വന്നിട്ട് ഞങ്ങളെയും ആനകളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഭാഗം ആനപ്രേമികളുമുണ്ട്. കാരണം അത് മറ്റൊന്നുമല്ല, അവരിപ്പം വന്നു ഈ വെളിച്ചപ്പാടിനെ എല്ലാവരും അറിയും, വെളിച്ചപ്പാട് ആരെ അറിയില്ല എന്ന് പറഞ്ഞ കണക്കാ. ഞാൻ എൻ്റെ ആനയും കൊണ്ട് ചെന്ന് നിൽക്കുകയാണ്. പാപ്പാനെ എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഇല്ല. നമ്മുടെ അവിടുത്തെ അമ്പലത്തിൽ വന്നപ്പോഴേ ഇല്ല. പാപ്പൻ മറന്നുപോയതാ, നമ്മൾ തമ്മിൽ കണ്ടായിരുന്നു, ഞാൻ വന്നായിരുന്നു, ആനയ്ക്ക് പഴം മേടിച്ച് തന്നായിരുന്നു, അല്ലെ പഴം മേടിച്ച് കൊടുത്തു. നമ്മൾ നല്ല കാര്യം. അപ്പം മിക്കവാറും ഈ കിലോയ്ക്ക് 10 രൂപ വിലയുള്ള 1 കിലോ പാളയംകുടം പഴം മേടിച്ചുകൊണ്ടായിരിക്കും ആ ആനപ്രേമി ആനയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം കൂട്ടത്തിലൊരു 1-2 ആൾക്കാരും കാണും, അവരുടെ കൂട്ടുകാരൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളെന്നാ ഈ പഴം ഒന്ന് കൊടുത്തോട്ടെ, അടുത്തൊരു ചോദ്യമായി. അപ്പോൾ ഇത് അപ്പുറത്തെ അമ്പലത്തിൽ വെച്ച് കണ്ടതാണ്, പരിചയപ്പെട്ടാന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയില്ലെങ്കിൽ പോലും അന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് എന്നാൽ ആയിക്കോ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേനും ആ ആനപ്രേമിക്ക് ആ പഴം കൊടുത്തിട്ട് പോവുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആ പഴം കൊടുക്കുന്നതും ആനയെ തൊടുന്നതും അത് കഴിഞ്ഞ് ആനയുടെ കൊമ്പേ പിടിച്ചു എന്നുള്ളൊരു ഫോട്ടോ എടുക്കണം, അത് അതിൻ്റെ കുറച്ച് വീഡിയോ പിടിക്കണം, അതൊക്കെയാണ് ആ ആനപ്രേമിയുടെ ലക്ഷ്യം. അപ്പം അങ്ങനെയുള്ള ആനപ്രേമികളെ ഒരു ആനപ്രേമി എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു സദസ്സിൽ ഇപ്പം നമ്മൾ ഒരു അമ്പലപ്പറമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഈ ആനപ്രേമി വരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒഴിവുള്ള ദിവസം, ആനയ്ക്ക് പ്രോഗ്രാമൊന്നും ഇല്ലാതെ ഒഴിവായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഒരു ആനയോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ ഞാൻ ആനയുടെ അടുത്തൊന്ന് നിന്ന് ഒരു പടം എടുത്തോട്ടെ, ഇല്ലെങ്കിൽ ആനയുടെ തൊട്ട് നിന്ന് ഒരു പടം എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാവും. കാരണം നമുക്കും അതൊരു ബുദ്ധിമുട്ടില്ല, കാരണം ആനയൊന്നും ഒഴിവാണ്, നമ്മളും ഫ്രീ ആണ്. അപ്പം നമ്മളൊരു 99% ആനപ്പാപ്പാന്മാരും അതിന് അനുവദിക്കും. പിന്നെ ഈ 1% ആനപ്പാപ്പന്മാർ അനുവദിക്കില്ല എന്ന് പറയുന്നത് ചില ആനകൾക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെന്തെങ്കിലും കൊടുക്കുന്നതോ ഒന്നും ആനകൾക്കും ഇഷ്ടമല്ല. ചില ആനകൾ അതിന് സമ്മതിക്കത്തുമില്ല. അങ്ങനെയുള്ളവരാണ് പിന്നെ അതിന് വിസ്മയിക്കുകയുള്ളൂ. പക്ഷേ ഈ അമ്പലപ്പറമ്പിൽ ഈ പഴവുമായിട്ട് വരുന്ന ആനപ്രേമിയുടെ അടുത്ത് നമ്മളിനി പറയാം അത് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നെങ്ങാനും പറഞ്ഞ പിള്ളേരുടെ അടുത്ത ചോദ്യമായി, അവിടുത്തെ അമ്പലത്തിൽ വെച്ച് പാപ്പാൻ കൊടുപ്പിച്ചാണല്ലോ, പിന്നെ ഇപ്പോൾ ഒന്ന് കൊടുപ്പിച്ചാൽ എന്താ? അപ്പം അത് പറ്റില്ല എന്നല്ല, അത് കൊടുപ്പിച്ചാൽ എന്താന്ന് ചോദിച്ചാൽ ചിലപ്പം നമ്മുടെ ആനയുടെ ഇത് ആനയ്ക്കല്ലേ അറിയാവുള്ളൂ, ആനക്കാരനല്ലേ അറിയാൻ പറ്റുള്ളൂ. കാരണം കൂടെ കിടക്കുന്നവനെ രാപ്പനിയുടെ ചൂടറിയാവുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് ഒരു ആനയുടെ അസ്വസ്ഥതകളും ഇല്ലെങ്കിൽ അതന്ന് കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളും അതിനെന്തൊക്കെ ഭക്ഷണം കൊടുക്കാം, അത് എത്രയൊക്കെ അളവിൽ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ എൻ്റെ ആനപ്പാപ്പാന് മാത്രമുള്ളതായിരിക്കും. ചിലപ്പം ഈ ആനപ്രേമി പഴവും കൊണ്ട് വരുന്നതിന് മുമ്പ് വേറെ ആന ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും പഴം കൊണ്ടുവന്ന് അത് നമ്മൾ ആനയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ പഴമാണെങ്കിലും എന്ത് ഭക്ഷണ പദാർത്ഥമാണെങ്കിലും അധികമായാൽ അമൃതും വിഷമെന്ന് പറഞ്ഞ കണക്ക് ആനകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഒരിനം ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിന് കംപ്ലൈൻ്റ് ഉണ്ടാവാം, ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു പരിധി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് കയറി അത് നോവാം, നോവ് വന്ന് ചിലപ്പോൾ അത് ഇരണ്ടക്കെട്ടായിട്ട് മാറാം. അതൊന്നും ഈ പഴവുമായിട്ട് വരുന്ന ആനപ്രേമിക്ക് അറിയത്തില്ല. അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ നിന്നെ പിന്നെ കാണിച്ചു തരാം. അടുത്ത ആനപ്രേമിയുടെ വർത്താനം അതാ. കാരണം ആ വന്നതൊരു ആനപ്രേമി അല്ല, പുള്ളിയുടെ ആവശ്യം
ഈ ഫോട്ടോ എടുക്കാനായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും നമുക്ക് ആനപ്രേമിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഫോട്ടോ എടുക്കാനുള്ള ഒരു വിവാഹം ആനപ്രേമികളുണ്ട്. ആനയുടെ കൊമ്പയിൽ പിടിച്ച് ഫോട്ടോ എടുക്കാനും കോലം കെട്ടാനായിട്ട് നടക്കുന്ന ഒരു വിവാഹം ആനപ്രേമികളുണ്ട്. അങ്ങനെയുള്ള ആനപ്രേമികൾ ഞങ്ങൾ ഈ പാപ്പാന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരുത്തിയിരിക്കുന്നുണ്ട്. കാരണം നമ്മളത് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നമ്മളിതിനെ പോരെഴുന്നള്ളിച്ച് പോകുമ്പം അവരവരുടെ കൂട്ടുകാരുമായിട്ട് ഒത്തുവരികയും ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ ഈ ആനയ്ക്ക് കൊടുക്കുകയും, ഇല്ലെങ്കിൽ ആനയുടെ എഴുന്നള്ളിച്ച് നിൽക്കുമ്പം ആനയുടെ മുമ്പിൽ കിടന്ന് കോലം കെട്ടുകയും, ആനയുടെ മുമ്പിൽ കിടന്ന് തുള്ളുക, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോപ്രാഞ്ചങ്ങൾ കാണിക്കുക, ഇല്ലെങ്കിൽ പിന്നിക്കോടെ വരിക, പിന്നിക്കോടെ വന്ന് ഈ ആനയുടെ മേത്ത് തട്ടുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ഈ ഫോട്ടോ എടുക്കാൻ നടക്കുന്ന ആനപ്രേമികൾ മൂലം ആനപ്പാപ്പാന്മാർക്കും ആനകൾക്കും അനുഭവപ്പെടുന്നുണ്ട്. അവരുടെ ആ ഒരു പ്രകടനം, ഇല്ലെങ്കിൽ അവരെ കാണിക്കുന്ന ആ ഒരു പ്രവൃത്തി കൊണ്ട് ചിലപ്പോൾ ആനകൾ അക്രമശക്തമാവാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം പുറകിൽ വന്ന് യാദൃശ്യമായിട്ട് ഒരാനയെ ഒരാൾ തട്ടുകയാണെങ്കിൽ അതാരാണ് എന്താണെന്ന് ആനയ്ക്കും അറിയത്തില്ല, നമ്മളും അത് ചെയ്തിട്ടില്ല, ആനപ്പാപ്പാനും ചെയ്തിട്ടില്ല. പെട്ടെന്ന് ആനയ്ക്കുണ്ടാകുന്ന ഒരു ചിന്തകൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ആന ഉറങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ആ ആനയെ വന്ന് പെട്ടെന്ന് പുറകിൽ നിന്ന് തട്ടുന്നത്. കാരണം ആനകൾ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോഴൊക്കെ ഉറങ്ങും. സ്ഥിരമായ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആനകൾ നമ്മൾ കൂട്ടി എഴുന്നള്ളിച്ചൊക്കെ നിൽക്കുമ്പം ഭക്ഷണമൊക്കെ തിന്ന് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ അതുങ്ങൾ നിന്നുറങ്ങും. ആ ഉറങ്ങുന്ന സമയത്താണ് ആ ആനക്കാരൻ്റെ അറിവില്ലാതെ ആ ഒരു വ്യക്തി, ഇല്ലെങ്കിൽ ഒരു ആനപ്രേമി ആണെങ്കിൽ പോലും ആനയെ വന്ന് പെട്ടെന്ന് തട്ടുമ്പോൾ ആ ആനയുടെ ഒരു ഉണർവ് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ആന പെട്ടെന്നൊന്ന് മുമ്പോട്ട് ചാടാനാണ് തോന്നുന്നതെങ്കിൽ ആന മുമ്പോട്ട് ചാടും. അപ്പം മുമ്പിൽ നിൽക്കുന്നവരുടെ അവസ്ഥ എന്താവും? ഇല്ലെങ്കിൽ സൈഡിലേക്കൊന്ന് തിരിയാനാ തോന്നുന്നെങ്കിൽ സൈഡിലേക്ക് തിരിയും. അപ്പോൾ ആ സൈഡിലൊരു ആനയുടെ മേത്ത് കൊള്ളുന്നെങ്കിൽ മൊത്തം പ്രശ്നമായി. നമ്മുടെ ഈ തിരിയുന്ന ആനയുടെ കൊമ്പ് സൈഡിൽ നിൽക്കുന്ന ഒരു ആനയുടെ മേത്ത കൊള്ളുന്നെങ്കിലോ മൊത്തം പ്രശ്നമായി, ഇതായി. എന്തിനു പറയുന്നു? ആനകൾ തമ്മിൽ ഓട്ടമാകും, ആൾക്കാർ തമ്മിൽ ഓട്ടമാകും. ചിലപ്പം അപകടങ്ങൾ മൂലം മരണം വരെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള ആനപ്രേമികളെ എന്നെപ്പോലെയുള്ള ആനക്കാർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ സ്ഥാനത്ത് ആനയെ ഇഷ്ടപ്പെടുകയും ആനക്കാരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആനപ്രേമികളുണ്ട്. അവരെ സംബന്ധിച്ച് ഞങ്ങൾ ആനയും കൊണ്ടൊരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ലോക്യമായിട്ട് വന്നു, പാപ്പാനെ ഇല്ലെങ്കിൽ മനോജേട്ടാ ഇന്നലെ എവിടെയായിരുന്നു പരിപാടി? ഇന്നലെ ഇന്ന സ്ഥലത്തായിരുന്നു. നമുക്ക് ആനയ്ക്ക് വെള്ളം കൊടുക്കണ്ടേ? കൊടുക്കണം. എന്നാൽ ബാ നമുക്ക് ഇന്നടത്തുനിന്ന് കൊടുക്കാം. അവർ കൂടെ വന്നു, അവിടെ കൊണ്ടുപോയി ആനയ്ക്ക് വെള്ളം കൊടുത്തു. പനങ്കൈ പാപ്പാനെ ഇന്നടത്താട്ടോ മനോജേട്ട ഇരിക്കണേ, അത് ആരെയാണെന്ന് വെച്ചാൽ കൂടെയുള്ളവരെ പറഞ്ഞു വിടുക, നമുക്കത് പോയി എടുത്തു വയ്ക്കാം. അവരും കൂടെ ചെന്നു. ആ പനങ്കൈ ആവശ്യത്തിനുള്ളത് നമുക്ക് അമ്പല കമ്മിറ്റി എത്ര പനങ്കയാണോ പറഞ്ഞിട്ടുള്ളത് അത്ര പനങ്കൈ കാണിച്ചു തന്നു. അവരോട് കൂടി അത് എടുത്തു വെച്ച് കെട്ടി നമ്മൾ ചെന്നു. ആ പനങ്കൈ എടുത്തു. ആ ആനയെ കെട്ടാനുള്ള സൗകര്യം കാണിച്ചു തന്നു, ഒരുക്കി തന്നു. നമുക്ക് 10 മിനിറ്റ് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. ചിലപ്പം ഞങ്ങളൊക്കെ പല ക്ഷേത്രങ്ങളിലെയും പ്രോഗ്രാമും കാര്യങ്ങളും കഴിഞ്ഞ് ചെല്ലുമ്പം പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാതെ ആയിരിക്കും അടുത്ത അമ്പലത്തിൽ ചെല്ലുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കി തന്നു. 10 മിനിറ്റ് ഞങ്ങൾക്കൊന്ന് കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. അത് കഴിയുമ്പോൾ ആനയെ കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. അവരൊക്കെയാണ് യഥാർത്ഥ ആനപ്രേമികൾ. അങ്ങനെയുള്ളവരെ ഞങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സും ഞങ്ങൾക്കുണ്ട്. അവരാണ് യഥാർത്ഥ ആനപ്രേമി. അല്ലാതെ ഫോട്ടോഷൂട്ടിന് നടക്കുന്ന ഒരു വിഭാഗം ആനപ്രേമികളെ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ അവരാ ഒരു 50% ആനകളെയും കൊണ്ട് ചെല്ലുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ വിക്രാസുകൾ ഒപ്പിക്കുന്നതും പ്രശ്നങ്ങളുണ്ടാക്കുന്നതിൻ്റെ കാര്യം അതവരാണ്. കാരണം ഇപ്പം നമ്മുടെ ആനയുടെ മുമ്പിൽ വന്ന് നിന്നേച്ച് നമ്മുടെ അപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു വിളിയോ 2 വിളിയോ ഒക്കെ കേൾക്കുമായിരിക്കും. 3ാമത് വിളിച്ചാൽ നമ്മൾ കേൾക്കുമോ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് നമ്മളും പറയും. അപ്പോൾ തന്നെ അവരവിടുത്തുകാരാണല്ലോ, ആ പാപ്പാൻ എന്നെ തെറി പറഞ്ഞു, ഇല്ലെങ്കിൽ അതായി എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ആ ഒരു പ്രശ്നം ഉണ്ടാകും. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ സന്തോഷ് ചുള്ളിപ്പറമ്പിലാനെ കൊണ്ടു നടന്നുകൊണ്ടിരുന്ന സമയത്ത് തലകുത്തി പൊക്കിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷിനെ തെറി പറയുകയും തല്ലാൻ ചെല്ലുകയും ഒക്കെ ഉണ്ടായത്.
അതൊക്കെ ഒരുപാട് വീഡിയോയും കാര്യങ്ങളും വന്നിട്ടുള്ള. അപ്പം അവരുടെയൊക്കെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനയും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു, അതിന് സമ്മതിച്ചില്ല. സമ്മതിക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടവല്ലൂർ സന്തോഷം സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്പലപ്പറമ്പിൽ ചെന്നു. അമ്പലപ്പറമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആനയുടെ പൊന്തിക്കട തല അങ്ങനെയാടാ ഇങ്ങനെയാടാന്നും പറഞ്ഞുകൊണ്ട് അസഭ്യം പറച്ചിലായി. അങ്ങോട്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ സന്തോഷം അതിനെ തിരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒച്ചപ്പാടും ബഹളമായി. അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഞങ്ങളെപ്പോലെയുള്ള പല ആനക്കാർക്കും പല ഉത്സവ പറമ്പുകളിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ചെല്ലുമ്പം ഈ ആനയും കൊണ്ട് ചെല്ലുന്ന കമ്മിറ്റിക്കാരാണെങ്കിലും ഒരു പരിധി വരെ അവരാ നാട്ടുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് സപ്പോർട്ടാവുന്ന രീതിയാണ് വരുന്നത്. വളരെ അപൂർവം കമ്മിറ്റിക്കാർ മാത്രമാണ് സുരക്ഷിതമായിട്ട് നിങ്ങൾ പോടാവേന്നും പറഞ്ഞ് അവരെ ആണെങ്കിലും മാറ്റിവിടുന്നത്. അപ്പം ആനപ്രേമികളെന്ന് പറയുമ്പോൾ ആനയുടെയും നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം അവരുടെ പ്രവർത്തനം. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.